ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇനിയും അടുത്ത ടോപ്പിക്ക് പഠിക്കാൻ പോകുന്നത് വർക്ക് ഡണ്ണിനെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ സി എഫ് ഡോട്ട് ഡി ആർ. ഇതാണ് വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ. ഇൻ്റഗ്രൽ സി എഫ് ഡോട്ട് ഡി ആർ. നമ്മൾ നേരത്തെ ലൈൻ ഇൻ്റഗ്രൽ ചെയ്തപ്പം ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു. ലൈൻ ഇൻ്റഗ്രലിനകത്ത് ഇതുപോലൊരു എഫ് ഡോട്ട് ഡി ആർ നമ്മൾ ചെയ്തായിരുന്നു. അപ്പം നമ്മൾ ഇതും ഏകദേശം അല്ല ഓൾമോസ്റ്റ് അതുപോലെ തന്നെയാണ്. നമ്മൾ ലൈൻ ഇൻ്റഗ്രൽ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. അപ്പം നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവേ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പം കാൽക്കുലേറ്റ് ദ വർക്ക് ഡൺ ബൈ വെക്റ്റർ എഫ് ഈക്വൽ ടു I minus yj plus xyz k. I minus yj plus xyz k. Calculate the work done by f vector എന്നിട്ട് ഐ മൈനസ് വൈ ജെ പ്ലസ് എക്സ് വൈ സെഡ് കെ ഇൻ എ മൂവിങ് പാർട്ടിക്കിൾ ക്വസ്റ്റ്യൻ ഞാൻ എഴുതുന്നില്ല കേട്ടോ, അറിയാതെ എഴുതിപ്പോയ. ഇൻ എ മൂവിങ് പാർട്ടിക്കിൾ എലോങ് ദ കർവ് എക്സ് ഈസ് ഈക്വൽ ടു ടി വൈ ഈക്വൽ ടു മൈനസ് ടി സ്ക്വയർ z equal to t. Okay. From the point അതായത് from the point 0, 0, 0 to the point 1, minus 1, 1. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന എഫ് വെക്ടറിന്റെ വർക്ക് ഡൺ കണ്ടുപിടിക്കാനാണ്. എലോങ് ദ കർവ് നമുക്ക് കർവ് തന്നിട്ടുണ്ട്. എക്സ് ഈസ് ഈക്വൽ ടു ടി, വൈ ഈക്വൽ ടു മൈനസ് ടി സ്ക്വയർ, ഇസഡ് ഈക്വൽ ടു ടി. പിന്നെ പോയിന്റും തന്നിട്ടുണ്ട് 0, 0 ടു 1, മൈനസ് 1 ടു 1, മൈനസ് 1, 1 വരെ. ഓക്കെ, ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം എഫ് നമ്മളുടെ കയ്യിലുണ്ട്. ഇനി നമുക്ക് ഡി ആർ. ഈ ഡി ആർ എന്ന് വെച്ചാൽ എന്താണ്? ഡി ആർ നിങ്ങൾക്ക് അറിയാമോ? ഡി ആർ എന്ന് വെച്ചാൽ എന്താണ്? അത് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ആറെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ ആണ്. ആറെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ ആണ്. ഒരു വെക്ടറാണ്, ഒരു റെപ്രസെൻറ്റേഷൻ ഓഫ് എ വെക്ടർ ആണ്. അപ്പോൾ ഡി ആർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡി ആർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് ഡി എക്സ് ഐ പ്ലസ് ഡി വൈ ജെ പ്ലസ് ഡി സെഡ് കെ. അപ്പം എഫ് ഡോട്ട് ഡി ആർ എന്ന് വെച്ചാൽ എന്തായിരിക്കും? എഫ് ഡോട്ട് ഡി ആർ എന്താണ്? എഫ് ഡോട്ട് ഡി ആർ ചെയ്യുമ്പോൾ എന്താ പറ്റുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എഫ് ഡോട്ട് ഡി ആർ ചെയ്യുമ്പോൾ ഐയും ഐയും ഡോട്ട് ആകുമ്പോൾ എന്ത് പറ്റും? ഐയും ഐയും ഡോട്ടായി കഴിഞ്ഞാൽ 1 ആയി പോകും. അതുപോലെ തന്നെ ജെയും ഡോട്ടായി 1 ആവും, കെയും ഡോട്ടായി കഴിഞ്ഞാൽ 1 ആവും. ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഐയും ജെയും ഡോട്ട് ചെയ്താൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐയും ജെയും ഡോട്ട് ചെയ്താൽ എന്ത് പറ്റും? 0 ആയി പോകും. അതുപോലെ തന്നെ ഐയും കെയും ഡോട്ട് ചെയ്താൽ 0 ആയി പോകും. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡോട്ട് ചെയ്താൽ കഴിഞ്ഞാൽ 0 ആയി പോകും. അതാണ് ഡോട്ട് പ്രോഡക്റ്റ്. അപ്പം എഫ് ഡോട്ട് ഡി ആർ ചെയ്ത് കഴിഞ്ഞാൽ എഫ് ഡോട്ട് ഡി ആർ, എഫ് ഇതാണ്, ഡി ആർ ഇതാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ ഡോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം ആദ്യത്തെ നമുക്ക് എന്ത് ചെയ്യാം? ഐറ്റംസ് മാത്രം ഡോട്ട് ചെയ്യാം. ആദ്യം ഐറ്റംസ് മാത്രമായിട്ട് ഡോട്ട് ചെയ്യാം. ഐയും ഡോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ടേം മൾട്ടിപ്ലൈ ചെയ്തിരിക്കും. ഇവിടെ 1 ആണുള്ളത്, അപ്പോൾ 1 ഇൻറ്റു ഡി എക്സ്, അപ്പോൾ ഡി എക്സ് വരും. ഇനി അതുപോലെ തന്നെ ഇവിടെ -y ആണ്, ഇവിടെ dy ആണ്. അപ്പം -y dy.
ഇവിടെ XYZ കെയുടെ അവിടെ XYZ ആണ്, ഇവിടെ DZ ആണ്. അപ്പോൾ പ്ലസ് XYZ DZ. ഓക്കെ, അപ്പോൾ നമ്മുടെ F.dr കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ എന്താണ്? വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ എന്ന് വെച്ചാൽ എന്താണ്? വർക്ക് ഡൺ ഈക്വൽ ടു W ഈക്വൽ ടു ഇൻ്റഗ്രൽ F.dr. അതുകൊണ്ടാണ് നമ്മളിവിടെ F.dr കണ്ടുപിടിച്ച്. ഇനി എന്ത് ചെയ്യാം, ഈ സാധനം ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പം ഇൻ്റഗ്രൽ dx മൈനസ് y dy പ്ലസ് XYZ dz. അപ്പം ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഓരോ ടേം ഇങ്ങനെ ഓരോന്നായിട്ട് കിടക്കും. DY DX DY DZ, പിന്നെ y ഉണ്ട്, x ഉണ്ട്, z ഉണ്ട്. അങ്ങനെ 3 ടേമും കിടപ്പുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഒന്നെങ്കിൽ ഓരോ ടേമായിട്ട് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ എല്ലാത്തിനെയും കൂടെ മീൻസ് ഇപ്പോൾ ഇടയ്ക്ക് മൈനസും പ്ലസും ഒക്കെ അല്ലേ, നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ ഇവിടെ 3 ടേം ഉള്ളതുകൊണ്ട് നമുക്ക് ഒറ്റയടിക്ക് എല്ലാം കൂടെ ചെയ്യാം. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, DXനെ DTയിലേക്കാക്കാം, DYനെയും DZനെയും അതുപോലെ തന്നെ DTയിലേക്കാക്കാം, Yയും XYZനെയും Tയിലിൻ്റെ ടേംസിലേക്കാക്കാം. അപ്പോൾ നമുക്കിവിടെ X = T എന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, DX കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ DX = DT എന്ന് കിട്ടും. അതുപോലെ തന്നെ Y ഉണ്ട്. അപ്പോൾ DY = രണ്ട് സൈഡും ഡിറൈവ് ആണ് ചെയ്തത്. DY നേരത്തെ ക്വസ്റ്റ്യനിലൊക്കെ ചെയ്ത പോലെ തന്നെ Yനെ ഡിറൈവ് ചെയ്ത DY മൈനസ് T² ഡിറൈവ് ചെയ്ത മൈനസ് 2T DT. അതുപോലെ തന്നെ Z ഡിറൈവ് ചെയ്ത എന്ത് കിട്ടും, DZ = DT എന്ന് കിട്ടും. ഓക്കെ, ഇപ്പോൾ കിട്ടിയില്ലേ? ഇനി ഇവിടെ ടീൻ്റെ ലിമിറ്റ് തന്നിട്ടുണ്ടോ? T എവിടെ തൊട്ട് എവിടം വരെയാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പക്ഷേ ഇവിടെ XYZൻ്റെ ലിമിറ്റ് തന്നിട്ടുണ്ട്. X 0 തൊട്ട് 1 വരെ എക്സിൻ്റെ ലിമിറ്റ് എന്ന് പറയുമ്പോൾ 0 to 1 ആണ്. Yൻ്റെ ലിമിറ്റ് എന്ന് പറയുമ്പോൾ 0 to -1 ആണ്. Zൻ്റെ ലിമിറ്റ് എന്ന് പറയുമ്പോൾ 0 to 1 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് നമുക്ക് X = T എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ എടുത്തിട്ട് അവിടെ എക്സിൻ്റെ ആദ്യത്തെ വാല്യൂ 0 = T എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ലോവർ ലിമിറ്റ് കിട്ടും. അതുപോലെ തന്നെ എക്സ് എവിടം വരെ പോകുന്നുണ്ട്, 1 വരെ. അപ്പോൾ 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കിട്ടും. അപ്പോൾ അപ്പോൾ T വേരി ചെയ്യുന്ന എവിടെ തൊട്ട് എവിടെ വരിക, 0 to 1 വരെ. ഇനി നമുക്ക് എന്താ, നമുക്ക് ഇതിനെല്ലാം ടീൻ്റെ ടേംസിലേക്ക് ആക്കാം. അപ്പോൾ DXനെ മാറ്റി DTയിലോട്ടാക്കി, മൈനസ് Yനെ മാറ്റി -T², DYനെ മാറ്റി -2T DTയിലോട്ടാക്കി, പ്ലസ് XYZ. എക്സിന് T എന്ന് കൊടുത്തു, Yന് -T² എന്ന് കൊടുത്തു, Zന് T എന്ന് കൊടുത്തു, DZന് DT എന്നും കൊടുത്തു. ഓക്കെ, ലിമിറ്റ് 0 to 1. ഇനി നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. DTനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് എന്ത് കിട്ടും, ഇവിടെ 1 DT അല്ലേ, 1 DTനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് എന്ത് കിട്ടും, 1 മിനിറ്റ് ഞാനവിടെ ഗ്ലെയർ അടിക്കുന്നുണ്ട്, അത് മാറ്റാൻ പറ്റുമോ നോക്കിയതാ. അപ്പം ഇവിടെ DXനെ മാറ്റി DT ആക്കി, അതുപോലെ തന്നെ ആ മൈനസ് ഇട്ടു. എന്നിട്ട് Yന് -T² കൊടുത്തു, എന്നിട്ട് DYന് നമുക്ക് DY എന്താണ് അവിടെ നമ്മൾ ഡിറൈവ് ചെയ്തപ്പോൾ എന്താ കിട്ടിയത്, -2T DT.
ആ -2t/dt ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പിന്നെ എക്സിന് ടി എന്ന് കൊടുത്തു, വൈന് -t² എന്ന് കൊടുത്തു. വൈന് -t² എന്ന് കൊടുത്തു, ഇസഡിന് ടി എന്ന് കൊടുത്തു, അതുപോലെ തന്നെ ഡി ഇസഡിന് ഡി ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ടേം എന്ന് പറയുമ്പോൾ ഡി ടി, 1dt. 1dt-നെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് എന്ത് കിട്ടും? 1-നെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് എന്ത് കിട്ടും? വിത്ത് റെസ്പെക്ട് ടു ഡി ടിയിലാണെങ്കിൽ ടി കിട്ടും. പിന്നെ ആദ്യം ഇവിടുത്തെ സൈൻ കണ്ടുപിടിക്കാം. മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്, പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് അല്ലേ? മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്, പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്. ഇപ്പോൾ മൈനസ് അവിടെ സൈൻ ഇട്ടു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി അകത്തുള്ള ടേംസ് എനിക്ക് 1 മിനിറ്റ്. ആദ്യം നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ അകത്തുള്ള ടേംസ് എല്ലാം ഒന്ന് കറക്റ്റാക്കി എഴുതാം. ഇൻ്റഗ്രൽ 0 to 1. ഈ ഡി ടി നമുക്ക് അവസാനം കൊടുക്കാവേ. അപ്പോൾ ഡി ടിയുടെ ഇവിടെ എന്താ ഉള്ളത്? 1dt എന്നല്ലേ? ഒന്നും ഇല്ലാത്തതുകൊണ്ട് 1dt എന്നല്ലേ? അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? അവിടെ ഒരു 1 കൊടുത്തു, 1. എന്നിട്ട് ഇവിടുത്തെ സൈൻ എന്താണ്? മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്, പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്, -2 കോൺസ്റ്റൻ്റ് അത് എഴുതി, ഇൻറ്റു t⁻1 t⁻1 t², t⁻1 t² മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? t⁻2 + 1, അതായത് t³ കിട്ടും. എന്നിട്ട് പ്ലസ് ആണോ മൈനസ് ആണോ വേണ്ട? പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്, മൈനസ് ഇൻറ്റു പ്ലസ് മൈനസ് മൈനസ്. അതുപോലെ തന്നെ ഇവിടെ ഇപ്പം t⁻1 ഉണ്ട്. ടിയുടെ മണ്ടയ്ക്ക് ഒന്നും ഇല്ലെങ്കിൽ t⁻1 ആണ്. അപ്പോൾ t⁻1 ഉണ്ട്, അപ്പുറത്തും t⁻1 ഉണ്ട്, പിന്നെ ഒരു t² ഉണ്ട്. അപ്പം എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? t⁻4 കിട്ടും. t⁻1 പ്ലസ് t⁻1 പിന്നെ t² പിന്നെ t⁻1. അപ്പോൾ 1 + 2 + 1 അപ്പം 4 കിട്ടും. t⁻4 അവസാനം നമ്മൾ dt കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇക്വേഷൻ കുറച്ചുകൂടെ സിംപ്ലിഫൈ ആയില്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിത് ഇത്രയും തുടയ്ക്കുവാണ്. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റ് ചെയ്യല്ലേ? അപ്പോൾ ഇൻ്റഗ്രൽ ഇടേണ്ട ആവശ്യമില്ലല്ലോ. 1-നെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? 1-നെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ടി കിട്ടും. വിത്ത് റെസ്പെക്ട് ടു ഡി ടിയിലായതുകൊണ്ട് ടി കിട്ടും. -2 ഇൻറ്റു കോൺസ്റ്റൻ്റ് ആദ്യം എഴുതി, t³ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? t⁻3 + 1 4 ഡിവൈഡ് ബൈ 4 മൈനസ് t⁻4-നെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ t⁻5 ഡിവൈഡ് ബൈ 5. അപ്പോൾ ലിമിറ്റ് വരുന്നത് 0 to 1. ടിയുടെ ലിമിറ്റ് എത്ര? 0 to 1. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ടി ഉള്ളിടത്തെല്ലാം ഞാൻ 1 കൊടുക്കുക. അപ്പോൾ 1 - 2 ഇൻറ്റു 1⁴/4 -1⁵ ഡിവൈഡ് ബൈ 5. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് അല്ലേ? അപ്പർ ലിമിറ്റ് എല്ലാം കൊടുത്തു. 1 ആണ് അപ്പർ ലിമിറ്റ്, 0 ആണ് ലോവർ ലിമിറ്റ്. ഇനി ലോവർ ലിമിറ്റ് കൊടുക്കാൻ പോകും. എല്ലായിടത്തും ടി ഉണ്ട്, ടി ന്യൂമറേറ്ററിലാണ്. അപ്പം ന്യൂമറേറ്ററിൽ 0 എന്നാൽ എന്ത് പറ്റും? എല്ലാം 0 ആയിപ്പോവും. അപ്പോൾ ഇവിടുന്ന് മൊത്തം 0 ആയിപ്പോവും. അപ്പം മൊത്തത്തിൽ ഞാനൊരു 0 കൊടുത്തു. ഇനി എന്ത് ചെയ്യാം? ഇനി സിംപ്ലിഫൈ ചെയ്യാം. 1 - 1⁴ എന്ന് വെച്ചാൽ എന്താ? 1 തന്നെയാണ്. അപ്പോൾ 2 ഇൻറ്റു 1 എന്താ? 2 തന്നെ. അപ്പോൾ 2/4 -1/5. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്ര വരുന്നത്? ആൻസർ കാൽക്കുലേറ്റ് ഇടുമ്പോൾ കിട്ടുമേ. കാൽക്കുലേറ്റ് ഇടുമ്പോൾ ആൻസർ വരുന്നത് 3/10 വരും. ആൻസർ നമുക്ക് കിട്ടി. ആൻസർ 3/10 ആണ്.
ഇപ്പം ആ ഗ്ലെയർ മാറിയില്ലേ? ഓക്കെ ഇപ്പോൾ കുറവുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ആൻസർ കിട്ടിയിട്ടുണ്ട്. 3/10 ആണ് നമ്മളുടെ ആൻസർ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തതും ഇതുപോലത്തെ ഒരു സിമിലർ ക്വസ്റ്റ്യൻ ആണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. അടുത്തത് എന്താ സെയിം ക്വസ്റ്റ്യൻ തന്നെ. ആ എഫിനൊരു മാറ്റം മാത്രം, എഫിനും കർവിനും മാറ്റം വരുത്തിയാൽ മതി. പിന്നെ പോയിന്റ് സെയിം, നേരത്തെ സെയിം ക്വസ്റ്റ്യൻ തന്നെ. അപ്പം ആദ്യം എഫ് എഴുതാം. എഫ് കാൽക്കുലേറ്റ് ദ വർക്ക് ഡൺ ഓഫ്, ആ സെയിം ക്വസ്റ്റ്യൻ തന്നെ. കാൽക്കുലേറ്റ് ദ വർക്ക് ഡൺ ഓഫ് വെക്റ്റർ എഫ് വെക്റ്റർ 3xy I minus y square j in the curve y equal to 2x square. പോയിന്റ് വരുന്നത് 0,02 1,2. നേരത്തെ സെയിം ക്വസ്റ്റ്യൻ തന്നെ. നിങ്ങൾ ആ എഫ് മാറ്റുക, അതുപോലെ തന്നെ കർവിൻ്റെ അവിടെ എക്സ് വൈ ഇസഡ് ഇല്ലേ, അതിന് വരെ ഈ ഒരു ഇക്വേഷൻ ആണുള്ളത്, y equal to 2x square. പിന്നെ പോയിന്റ് എന്ന് പറയുന്നത് 0,02 1,2 വരെയാണ്. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? വർക്ക് ഡൺ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ എന്നാ? W is equal to integral f dot dr. അപ്പം നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, എഫ് ഡോട്ട് ഡി ആർ കണ്ടുപിടിക്കാം. അപ്പം എഫ് ഡോട്ട് ഡി ആർ കണ്ടുപിടിക്കാം. ഡി ആർ എന്ന് വെച്ചാൽ എന്താണ്? ഡി എക്സ് ഐ പ്ലസ് ഡി വൈ ജെ പ്ലസ് ഡി സെഡ് കെ ആണ് ഡി ആർ. അപ്പം ഇത് രണ്ടും കൂടെ ഡോട്ട് ചെയ്താൽ എന്ത് കിട്ടും നമുക്ക്? 3xy dx മൈനസ് വൈ സ്ക്വയർ dy. ഇവിടെ ഇസഡ് ടേം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇസഡ് ടേം ഒന്നും ഇവിടെ ഇസഡ് ടേം ഒന്നും ഇല്ല, കെ ടേം ഒന്നുമില്ല. ഇപ്പോൾ കെ ടേം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ലാസ്റ്റ് ഇവിടെ കെ ടേം ആയിട്ടൊന്നും എഴുതാനും ഇല്ല, അതുകൊണ്ട് അത് എഴുതേണ്ട ആവശ്യമില്ല. ഇവിടെ ഐയും ജെയും മാത്രം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഡി വൈ വരെ എഴുതിയത്. കെ ടൈം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഡി സെഡും കൂടെ എഴുതിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എഫ് ഡോട്ട് ഡി ആർ കിട്ടിയത് ഇതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഇത്ര ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇനി ഇൻ്റഗ്രൽ 3xy dx മൈനസ് വൈ സ്ക്വയർ dy. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെല്ലാം മാറ്റി ഒറ്റ ടേമിലേക്ക് ആക്കണം. അപ്പോൾ നമുക്കിവിടെ എക്സ് ഈസ് ഈക്വൽ ടു ടി എന്ന് വൈ ഈക്വൽ ടു ടി എന്ന് പറഞ്ഞൊന്നും തന്നിട്ടില്ല, പക്ഷേ ഇവിടെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്, y ഈക്വൽ ടു 2x സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യാം, രണ്ട് സൈഡും ഡിറൈവ് ചെയ്ത് dy അവിടെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം. y ഈക്വൽ ടു 2x സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യാം, രണ്ട് സൈഡും കൂടെ ഡിറൈവ് ചെയ്തേക്കാം. രണ്ട് സൈഡും കൂടെ ഡിറൈവ് ചെയ്യുമ്പോൾ 2 ഇൻറ്റു എക്സ് സ്ക്വയറിനെ ഡിറൈവ് ചെയ്ത് എന്ത് കിട്ടും, 2x dx. അപ്പോൾ നമുക്ക് കിട്ടിയ എന്താ, dy ഈക്വൽ ടു 4x, 2 ഇൻറ്റു 2 4x dx. അപ്പോൾ നമുക്ക് കിട്ടിയ dy ഈക്വൽ ടു 4x dx എന്ന് പറഞ്ഞ് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് ഇവിടെ dy ആണല്ലോ കിട്ടിയത്. അപ്പോൾ ഈ ഡിവൈയുടെ സ്ഥാനത്ത് നമുക്ക് ഈ സാധനം കൊടുക്കാം, മൊത്തം x ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, y എവിടെയൊക്കെ ഉണ്ടോ വൈയുടെ സ്ഥാനത്തെല്ലാം 2x സ്ക്വയർ കൊടുക്കാം. അപ്പം എന്ത് പറ്റും, ഈ മൊത്തം ഇക്വേഷന് മൊത്തം ഒരു എക്സിൻ്റെ ടേമിലേക്ക് മാറും, എക്സിൻ്റെ ഒറ്റ ടേമിലേക്ക് അങ്ങാവും. ഒറ്റ ടേമിലേക്ക് ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ, ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും, അതിന് ഇൻ്റഗ്രൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അതുപോലെ ചെയ്യാം. ഇൻ്റഗ്രൽ നമുക്ക് ഇവിടെ അങ്ങോട്ട് ഇടാം, ഈക്വൽ ടു ഇൻ്റഗ്രൽ 3x വൈക്ക് നമുക്ക് 2x സ്ക്വയർ കൊടുക്കാം. 2x സ്ക്വയർ dx അതുപോലെ തന്നെ കൊടുത്തു, മൈനസ് വൈ സ്ക്വയറിന് അവിടെ y 2x സ്ക്വയർ ആണ്. അപ്പോൾ y സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താണ്,
2x² പിന്നെ dy എന്ന് വെച്ചാൽ എന്താണ്, നമ്മളിവിടെ കണ്ടുപിടിച്ചു 4x dx. അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കാവേ. dy എന്ന് പറയുന്നത് 4x dx. ഓക്കെ, ഇത് മൊത്തം x അല്ലേ, നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ആരല്ല ചെയ്യുന്നത്, ഡി എക്സിലല്ലേ. അപ്പോൾ നമുക്ക് ആറ് ലിമിറ്റ് എവിടെ കൊടുക്കണ്ടേ, എക്സിൻ്റെ അല്ലേ. അപ്പോൾ എക്സ് എവിടെ തൊട്ട് എവിടം വരെ എന്താ ചേഞ്ച് ആവുന്നത്, 0 to 1 അല്ലേ. കണ്ടോ, x,y അല്ലേ. അപ്പോൾ എക്സ് ചേഞ്ച് ആവുന്ന എവിടെ തൊട്ട് എവിടം വരാം, 0 to 1. അപ്പോൾ എക്സിൻ്റെ ലിമിറ്റ് കൊടുക്കാം 0 to 1. നമുക്ക് കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്തേതാവേ, 0 to 1. ഇത് ഇത്രയും കൂടെ മൾട്ടിപ്ലൈ, ആദ്യം കോൺസ്റ്റൻസ് മൾട്ടിപ്ലൈ ചെയ്യാം. 3 into 2 എത്ര, 6 ഇൻറ്റു x⁻1 x², അതെന്ത് കിട്ടും, x³ x⁻1 1 + 2 എത്ര, 3. അപ്പോൾ x³ കിട്ടത്തില്ലേ. dx അവസാനം കൊടുക്കാവേ, മൈനസ് 2x²². 2² എന്താണ്, സ്ക്വയർ ഞാൻ ഓരോത്തിനായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു. 2ന് സ്ക്വയർ കൊടുത്തു, അതുപോലെ x² സ്ക്വയർ കൊടുത്തു. മീൻസ് 2x² അല്ലേ. അപ്പോൾ ആദ്യം 2ന് സ്ക്വയർ കൊടുത്തു. 2² എന്ന് വെച്ചാൽ എത്രയാണ്, 4. x² എന്ന് വെച്ചാൽ എന്താ, x⁻2 × 2 x⁻2 × 2 എങ്ങനെ വരും, x⁻2 × 2 എന്താണ്, 4 dx. നമുക്ക് കിട്ടിയില്ലേ, നമുക്ക് നമുക്കിപ്പോൾ സിംപ്ലിഫൈഡ് ഫോം ആയില്ലേ, 6x³ - 4x⁴. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ എക്സിലാണ് ചെയ്തത്, നിങ്ങൾക്ക് വേണമെങ്കിൽ വൈയിലും ചെയ്യാം. എക്സ് എവിടെയൊക്കെ ഉണ്ടോ അവിടെ നമുക്കപ്പം y = 2x² എന്നല്ലേ. ഇവിടെ നമുക്ക് എക്സ് കണ്ടുപിടിക്കാം. x = y/2 √y/2 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എക്സ് ഉള്ളിടത്തെല്ലാം വൈയുടെ ടേംസിലോട്ട് ആക്കാം. എന്നിട്ട് ഇവിടെ നിന്ന് dx കണ്ടുപിടിക്കാൻ പറ്റും. dx കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ dx ഉള്ളിടത്തെല്ലാം നമുക്ക് dy ആക്കാൻ പറ്റും. പക്ഷേ ഇത് കുറച്ചും കൂടെ റൂട്ട് ഉള്ളതുകൊണ്ട് കുറച്ചും കൂടെ ടാസ്ക്കാണ്. അതുകൊണ്ട് മറ്റേതാണ് കുറച്ചും കൂടെ എളുപ്പം. ഞാൻ ഇപ്പം ചെയ്യുന്ന മെത്തേഡാണ് കുറച്ചും കൂടെ നിങ്ങൾക്ക് ബെറ്ററും എളുപ്പം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇൻ്റഗ്രേറ്റ് ചെയ്യാം. 6 × x³ 6 അതേപോലെ എഴുതി വെച്ചു. എന്നിട്ട് x³ ഇൻ്റഗ്രേറ്റ് ചെയ്തു. 6 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അതേപോലെ എഴുതി വെച്ചു. എന്നിട്ട് x³ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. x³ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ എന്ത് കിട്ടും, x⁻4 / 4 മൈനസ് 4 × x⁻4 ഇങ്ങനെ അടുത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട. അപ്പോൾ 4 അതേപടി എഴുതി വെച്ചു. എന്നിട്ട് x⁻4 ഇൻ്റഗ്രേറ്റ് ചെയ്യാം. നമുക്ക് എവിടെയോ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടല്ലോ. ഇവിടെ x⁻5 വരണ്ടേ.